മന്ത്രിമാരുടെ ഫോൺ കോളുകൾ ചോർത്തുന്നുവെന്നത് ഉൾപ്പെടെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും ADGP MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാത്തതിൽ LDF-ൽ പ്രതിഷേധം ശക്തം. ADGP-യെ മാറ്റി നിർത്തിയുള്ള സമഗ്ര അന്വേഷണം വേണമെന്ന് AIYF ആവശ്യപ്പെട്ടു. MR അജിത് കുമാർ അടക്കം കുറ്റാരോപിതർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. സുനിഷ അയ്യല്ലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ, ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ADGP-ക്കെതിരെ ഉയർന്നിട്ടും മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണം ആദ്യഘട്ടത്തിൽ അതൊരു ആലോചനയിൽ വന്നിരുന്നു. പക്ഷേ പിന്നീട് അങ്ങനെ മാറ്റി നിർത്തിയുള്ള നടപടിയിലേക്ക് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തും. പക്ഷേ അത് LDF-ൽ തന്നെ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു. എന്തായാലും എങ്ങനെയാണ് ഈ ഒരു പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഈ AIF-ന്റെ അടക്കമുള്ള പ്രതിഷേധങ്ങൾ ആവശ്യങ്ങളുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ? ഇതുതന്നെയാണ് ADGP MR അജിത് കുമാറിനെതിരായ PV അൻവറിന്റെ ആരോപണത്തിൽ നിലപാട് ഘടിപ്പിക്കുകയാണ് ഈ മുന്നണിക്കകത്ത് തന്നെ എന്നതാണ്. കാരണം നേരത്തെ തന്നെ ഈ പറഞ്ഞതുപോലെ ADGP ഇത്രയധികം കുറ്റാരോപിതനായിട്ടും ADGP-യെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം അത് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ്. അത്തരത്തിലൊരു അന്വേഷണം, സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. അത് ADGP-യെ മാറ്റി നിർത്തിക്കൊണ്ടായിരിക്കണം എന്ന ആവശ്യമാണ് മുന്നണിക്കകത്ത് നിന്ന് തന്നെ ഉയരുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ ദിവസം AIYF ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. ആ കുറിപ്പിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. അതായത് കൃത്യമായ സമഗ്രാന്വേഷണം ആവശ്യമാണ്. അത് ADGP-യെ മാറ്റി നിർത്തിക്കൊണ്ടാവണം. ഒപ്പം തന്നെ ഫോൺ കോൾ ചോർത്തുന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ്. മന്ത്രിമാരുടേതുൾപ്പെടെ ഫോൺ കോൾ ചോർത്തുന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഇത്തരത്തിൽ ഇയാൾക്കെതിരെ യാതൊരു വിധത്തിലുള്ള നടപടിയും എടുക്കാത്തത് അത് പോലീസ് നയങ്ങൾക്ക്, സർക്കാരിൻ്റെ പോലീസ് നയങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന രീതിയിൽ ആളുകൾ തന്നെ ചിന്തിച്ചു തുടങ്ങുമെന്നത് തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. കാരണം ഈ പോലീസ് സർക്കാരിൻ്റെ പോലീസ് നയങ്ങൾ അനുസരിക്കാത്ത നിരവധി ഉന്നത ഉദ്യോഗസ്ഥരകത്തുണ്ട്. അവരാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഈ ക്രിമിനൽ കാര്യങ്ങൾ നടത്തുന്നത്. പക്ഷേ അവർക്കെതിരെ മുഖം നോക്കാതെ നടപടി, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം, അതാണ് ഈ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. AIYF കഴിഞ്ഞ ദിവസം പറഞ്ഞതും അത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ വയനാട് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത പശ്ചാത്തലത്തിൽ തന്നെ ഈ ഭക്ഷണം കൊടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ തടഞ്ഞത് അന്ന് സർക്കാരിനെതിരെ തിരിക്കാനായി, ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കാനായുള്ള ചില നീക്കങ്ങൾ MR അജിത് കുമാർ നടത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള ആരോപണം കഴിഞ്ഞ ദിവസം CPI-യുടെ വയനാട് ജില്ലാ സെക്രട്ടറി തന്നെ പറയുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ MR അജിത് കുമാറിനെ സംശയിക്കുന്ന തരത്തിലുള്ള പലവിധ കാര്യങ്ങളാണ് സംസ്ഥാനത്തെ പല കാര്യങ്ങളിലും, അതായത് നടന്നിട്ടുള്ള പല കാര്യങ്ങളിലും ഇപ്പോൾ സംശയമായി ഉയരുകയും ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മുന്നണിക്കകത്ത് നിന്ന് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉയരുന്നുണ്ട് എന്നതാണ്. സാധാരണ രീതിയിൽ തന്നെ ഇത്തരത്തിൽ കുറ്റാരോപിതനായ, അതും ഇടത് MLA ആവർത്തിച്ച് പറയുന്ന ഇത്തരത്തിൽ കുറ്റാരോപിതനായ ഒരാളെ, ഈ MR അജിത് കുമാറിനെ പോലുള്ള ADGP-യുടെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന അയാളെ എന്തുകൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നില്ല എന്നതാണ്. മുഖം നോക്കാതെയുള്ള നടപടി ഈ വിഷയത്തിൽ വേണമെന്നൊരു ആവശ്യമാണ് നിലവിൽ ഉയരുന്നത്. ശ്രുതി, ശിശിര.